എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം പാട്ടുമില്ല ഒന്നുമില്ല, അങ്ങനെ ഒരു മനസ്സായിരുന്നു എനിക്ക്. ഞാൻ തിരിച്ചു വരുന്ന ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേര്, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ എനിക്ക് പ്രസാദം പല അമ്പലങ്ങളിൽ വഴിപാട് ചെയ്ത പ്രസാദം, എൻ്റെ പേരും ഇതൊക്കെ വെച്ച് എനിക്ക് എന്തോരം പ്രസാദങ്ങൾ വന്നെന്നറിയുമോ. പിന്നെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ വീട്ടിൽ വന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഒരു രേഖ രാമചന്ദ്രൻ എന്നൊരു മാമുണ്ട്, മാമാണ് നമ്പർ 1 ഞാൻ പറയേണ്ടത്. എന്നെ ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് ചെയ്തത് മാമാണ്. രേഖ മാം വന്നു, നമ്മുടെ രവീന്ദ്ര മാഷിന്റെ ശോഭ ചേച്ചി എന്നും വന്ന് ഇതുപോലെ കൃഷ്ണന്റെ കഥകൾ തന്നെയാണ് കൂടുതലും പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിവുണ്ടാക്കി തന്ന ഒരുപാട് പേരുണ്ട്. അല്ല, നമുക്ക് ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു തരുമെങ്കിലും അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മുടെ തലയിൽ കയറുക എന്നുള്ളതാണ് ഈശ്വരാധീനം. നമുക്ക് അതിനോടൊപ്പം കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയണം, ചേച്ചിയുടെ പ്രാർത്ഥന മുമ്പിൽ നിന്ന് ഉള്ളൊരു സ്റ്റൈല് മാറി. ഇടയ്ക്ക് ചേച്ചി പറയുമ്പോൾ പ്രാർത്ഥന മറ്റൊരു തരത്തിലാണ് കണ്ടത്. അപ്പോൾ അമ്പലത്തിൽ പോയി നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ ചേച്ചിയുടെ പ്രാർത്ഥന ആ തരത്തിലല്ല. അത് എന്ത് വ്യത്യാസമാണ് അതിന് വന്നത്? പണ്ട് നമ്മളിങ്ങനെ എല്ലാം നമുക്ക് വേണ്ടി ചോദിക്കുമായിരുന്നു ദൈവത്തിനോട് പോകുമ്പോ. പിന്നെ ഞാൻ എന്റെ മോളുടെ ഇതോടുകൂടി ഞാൻ മനസ്സിലാക്കി, നമുക്ക് വരാനുള്ള കാര്യങ്ങൾ വരും. അത് നമ്മൾ ജനിക്കുമ്പോഴേ എഴുതി വിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ നടക്കണം എന്നുള്ളത്. അത് നടക്കും. പക്ഷെ അത് എന്താ പറയണ്ട, അത് ഈസിയായിട്ട് ഈസിയായിട്ടെന്നുള്ളതല്ല, അത് മറികടക്കാനുള്ള ഒരു ധൈര്യമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. ദൈവത്തിൽ നിന്ന് നമ്മുടെ ഇത്രയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്നത് അത് ശരിയായിട്ടുള്ള എല്ലാവരും പറഞ്ഞു തരുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാനുള്ളൊരു ശക്തി, അതാണ് ദൈവം നമുക്ക് തരുന്ന. നടക്കാനുള്ളത് നടക്കും. അത് ദൈവം വിചാരിച്ചാലും അത് ചിലപ്പോൾ മേ ബി കണ്ണി കൊള്ളാനുള്ള പുരികത്തി കൊള്ളാം, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും വാട്ട് എവർ ഡെസ്റ്റിൻ ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. അതൊരു തിരിച്ചറിവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ അങ്ങനെ ഒറ്റപ്പെട്ട് അങ്ങനെ ഒന്നിലും പോകാതെ ഞാൻ ഇങ്ങനെ ഇരുന്നാല് എന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റുന്ന എന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതം കൂടെ ഞാൻ മിസറബിൾ ആക്കുകയാണ്. വിജയൻ ചേട്ടന്റെ കഥ പറയുകയാണെങ്കിൽ ജോലി വരെ റിസൈൻ ചെയ്ത് എന്റെ ഒരു സംഗീത ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചാണ് വിജയൻ ചേട്ടന്റെ ജീവിതം കൂടെ. അപ്പൊ ഞാനിങ്ങനെ അടഞ്ഞിരുന്ന് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ലൈഫ് എങ്ങനെ മുമ്പോട്ട് പോകും. എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഉണ്ട്, അവരുടെ ജീവിതം, ഇതെല്ലാം എന്നിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ലേ. അപ്പം എത്രയും പേരുടെ ജീവിതം മിസറബിൾ ആക്കണോ? എൻ്റെ അടുത്ത് അവര് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇനി പോയത് പോയി, നമുക്കിനി തിരിച്ചു കിട്ടാൻ പറ്റില്ല. പക്ഷെ ജീവിതം മുമ്പോട്ട് ഇനിയും കിടക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ജീവിതം ദുരിതമാക്കാതെ ഞാൻ ഒരാൾ എണീറ്റ് നിന്നാൽ ഇവരെല്ലാവരും എൻ്റെ ഒപ്പം എണീക്കും. അതാണ് ചേച്ചി. ശരി ചേച്ചി, ആദ്യത്തെ സിനിമാ ഗാനങ്ങളിൽ എനിക്ക് തോന്നുന്നു 6 സിനിമയോളം എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സിനിമകൾ തന്നെയാണ്. 5 പടങ്ങൾ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പടങ്ങളാണ് വന്നേക്കുന്നത്. അതിലിപ്പോ നമുക്കിപ്പോ ടോപ്പായിട്ടുള്ള പാട്ടുകളൊക്കെ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വരുവാനില്ലാരും ഈ വിജനമായും ഈ വഴിക്കറിയാം അതെന്തായാലും എന്നും, അതും അതിൽ തന്നെ ഒരു മുறை വന്ന് പാട്ടായ അത് എന്താ പറയാ ഭയങ്കര ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇമ്പമാർന്ന് കേൾക്കാൻ ഇപ്പൊ ഇഷ്ടമുള്ളത്, കാരണം ചേച്ചി അധികം അത് അല്ലാതെ പാടുന്ന ഞാൻ അധികം കേട്ടിട്ടില്ല. സ്റ്റേജിലൊക്കെ ചേച്ചി പാടുന്നുണ്ടാവും. അതായത് പ്രണയവസന്തം